എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെല്ലാം വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ ബേസ്ഡ് എമൽഷൻ പെയിന്റുകളെക്കുറിച്ചാണ്. വാട്ടർ ബേസ്ഡ് എമൽഷൻ പെയിന്റ്സ് എന്താണ് ഈ എമൽഷൻ പെയിന്റ്? വളരെ ലളിതമായി പറഞ്ഞാൽ വെള്ളം അടിസ്ഥാനമാക്കി ഉണ്ടാക്കുന്ന പെയിന്റുകളാണിവ. പെയിന്റ് അടിച്ചു കഴിഞ്ഞ് ഇതിലെ വെള്ളം ആവിയായി പോകും. ബാക്കി ഭാഗം ചുവരിൽ ഒരു ഉറപ്പുള്ള പാളിയായി മാറും. ഇതിൽ പ്രധാനമായും 4 ഘടകങ്ങളാണ് ഉള്ളത്. 1. പിഗ്മെന്റ്, പെയിന്റിന് ഭംഗിയുള്ള നിറം നൽകാൻ. 2. സോൾവെന്റ്, അതായത് വെള്ളം, പെയിന്റ് ചുവരിൽ തേക്കാൻ പാകത്തിലാക്കാൻ. 3. അഡിറ്റീവുകൾ, പൂപ്പൽ വരാതിരിക്കാനും ഭംഗി കൂട്ടാനും ചേർക്കുന്നവ. 4. ബൈൻഡർ, ഇതാണ് ഏറ്റവും പ്രധാനം. ഒരു പശ പോലെ പ്രവർത്തിച്ച് പെയിന്റ് ചുവരിലോ ഒട്ടിപ്പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത് ഈ ബൈൻഡറാണ്. അക്രിലിക് ആണ് ഇതിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇനി ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവയെ വേർതിരിക്കുന്നത് ഈ ബൈൻഡറിന്റെ തരമാണ്. ഇന്റീരിയർ പെയിന്റുകളിൽ അകത്തളങ്ങൾക്ക് ചേർന്ന അക്രിലിക് ബൈൻഡറുകളാണ് ഉള്ളത്. നല്ല ഫിനിഷിംഗും കറകൾ കഴുകിക്കളയാനുള്ള സൗകര്യവുമാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ എക്സ്റ്റീരിയർ പെയിന്റുകളിൽ പുറത്തെ കടുത്ത വെയിൽ, മഴ, പൂപ്പൽ എന്നിവയെ തടയാൻ ശേഷിയുള്ള കൂടുതൽ ഉറപ്പുള്ള സ്പെഷ്യൽ ബൈൻഡറുകൾ ഉപയോഗിക്കുന്നു. ചുരുക്കത്തിൽ, വീടിന്റെ അകത്ത് സൗന്ദര്യത്തിനും വൃത്തിക്കുമാണ് പ്രാധാന്യമെങ്കിൽ പുറത്ത് കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള ശേഷിക്കാണ് പ്രാധാന്യം. പെയിന്റിങ്ങിനെക്കുറിച്ചുള്ള ഇത്തരം ലളിതമായ വിവരങ്ങൾക്കും പുതിയ ടിപ്സുകൾക്കുമായി പെയിന്റിംഗ് ടിപ്സ് പെയിന്റ്സ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. നന്ദി.